വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 15 മുതലുള്ള തിരുവചന ഭാഗം. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവരൊന്നും മലാഖമാരല്ല. എല്ലാവർക്കും തെറ്റ് സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. എല്ലാം പാവമനുഷ്യരുമാണ്. അതുകൊണ്ടായിരിക്കും കർത്താവ് കുമ്പസാരമെന്ന കൂദാശ സ്ഥാപിച്ചത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ധാരാളം തിരുത്തലുകൾ ഉണ്ടാവാറുണ്ട്. തിരുത്തലുകൾ കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരുമൊക്കെയാണ് നാം. സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു, തിരുത്തലുകൾ നൽകേണ്ടത് നീയും അവനും മാത്രമായിരിക്കുമ്പോഴാണെന്ന്. മറ്റുള്ളവരുടെ മുൻപിൽ അവരെ വില കുറച്ച് കാണിക്കുവാനോ കളിയാക്കുവാനോ മുറിപ്പെടുത്തുവാനോ ശ്രമിക്കാതിരിക്കണമെന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെയുണ്ട്. തെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടായില്ല. അത് തെറ്റ് ചെയ്തവനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനാവശ്യമായത് കരുണയും സ്നേഹവുമാണ്. ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ നിനക്കും അവനും തമ്മിൽ സ്നേഹം വർദ്ധിക്കുകയാണ് വേണ്ടത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ തിരുത്തലുകൾ നമുക്ക് സമ്മാനിച്ചത് നല്ല സൗഹൃദങ്ങളാണോ, അതോ സൗഹൃദത്തിലായിരുന്നവർ അകന്നു പോവുകയായിരുന്നു? നമുക്ക് ധ്യാനിക്കാം. സ്നേഹപൂർവ്വം കരുണയോടെ ആർദ്രതയോടുകൂടെ തിരുത്തുവാനായിട്ട് നമ്മളെ ഓരോരുത്തരും യോഗ്യരാക്കണമേ എന്ന്. ഒപ്പം തിരുത്തലുകൾ സ്വീകരിക്കുമ്പോൾ അവ നല്ല സ്നേഹത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് കൂടെ തിരിച്ചറിയുവാൻ നമ്മളെ ബോധ്യപ്പെടുത്തണമേ എന്ന്. അതിനോട് സമരസപ്പെട്ടു പോകുവാനായിട്ട് നമ്മെ പാകപ്പെടുത്തുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടെ നമുക്ക് നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.